ഡോക്ടർ മോഹൻ റോയി, നമ്മൾ ഈ പറയുന്ന കുറ്റബോധം തൊട്ടുതീണ്ടാത്ത അങ്ങേയറ്റം അവരെ മനുഷ്യർ എന്ന ഗണത്തിൽ ഉൾപ്പെടുത്താൻ പോലും കഴിയുമോ എന്ന് സംശയമുള്ള ഒരുപിടി മനുഷ്യരെ നമ്മൾ കാണുകയാണ്. ഇപ്പോൾ വെഞ്ഞാറമൂട്ടെ പ്രതി അഫാൻ ഇപ്പോഴും അങ്ങനെ ഭീകരമായ മയക്കുമരുന്ന് ഉപയോഗിച്ച് നമ്മുടെ മുന്നിൽ തെളിവുകളില്ല. ആ സമയം എന്തോ മദ്യപിച്ചു എന്ന് പറയുന്നതിനപ്പുറം 5 പേരെ നിഷ്ഠൂരമായി കൊന്നൊടുക്കി അഫാൻ ഇപ്പോഴും കുറ്റബോധം തരും പോലും ഇല്ല കേട്ടോ. താമരശ്ശേരിയിൽ ഒരു പ്രതി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഫ്ലൈയിങ് കേസ് കൊടുക്കുമായിരുന്നു. അയാൾ പറഞ്ഞത് എന്താണ്? എന്നെ ജനിപ്പിച്ചതിനുള്ള ശിക്ഷ ഞാൻ ആ സ്ത്രീക്ക് കൊടുത്തു. ആരെപ്പറ്റിയാണ് പറയുന്നത്? സ്വന്തം അമ്മയെ ട്യൂമർ ബാധിച്ച് വീട്ടിൽ ചികിത്സയിൽ കിടന്ന ഒരു അമ്മയെ അപ്പുറത്തുനിന്ന് വടിവാൾ വാങ്ങിച്ച് കഴുത്തറുത്ത് കൊന്ന കേസിലെ പ്രതിയാണ് പറയുന്നത്. താമരശ്ശേരിയിലെ പ്രതി. അവിടെ കോഴിക്കറി ഇല്ലാത്തതിന് കഴുത്തറുത്ത് കൊന്ന വേറൊരു പ്രതിയുണ്ട്. അവനും തരിമ്പിന് തെല്ലും കുറ്റബോധം ഇപ്പോഴും ഇല്ല. കുറ്റബോധമില്ലാത്ത ഈ ചെകുത്താന്മാർ പെരുകുന്ന കാലം, ഈ കെട്ടകാലം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഇതിന് പരിഹാരം എന്താണ് ശ്രീ മോഹൻ റോയ്? ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ ഓരോ കുറ്റകൃത്യവും നമ്മൾ പറയുന്നത് പോലെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഈ വ്യക്തിയുടെ സ്വഭാവ പ്രത്യേകതകൾ വിശകലനം ചെയ്യാറുണ്ട്. സ്വാഭാവികമായിട്ടും ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാനും ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യത കുറയ്ക്കാനുമാണ്. അത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ഈ വ്യക്തിയെക്കുറിച്ചുള്ള ഒരു നേരത്തെയുള്ള കാര്യങ്ങളൊന്ന് പരിശോധിച്ചാൽ എനിക്ക് തോന്നുന്നത് മാധ്യമങ്ങളിലൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിന് നേരത്തെ ഒരു ക്രൈമുമായി ബന്ധപ്പെട്ട ഒരു സർക്കാർ സംവിധാനത്തിൽ ഇദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു സംശയം എന്ന് വെച്ചാൽ ഇത്തരത്തിൽ പ്രവേശിക്കപ്പെട്ട ഒരാൾ, അപ്പോൾ അവിടെ പ്രവേശിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സംവിധാനങ്ങൾ ഇത്തരത്തിലുള്ള കുറ്റവാളികളുടെ ഒരു മനോനില പരിശോധന ഉൾപ്പെടെ നടത്തണമെന്നുള്ളത് എത്രയോ നാളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അതായത് കുറ്റവാളികളുടെ ഈ ഒരു മനോനില വിശകലനം എന്ന് പറയുന്നത് അയാൾക്ക് ഈ കുറ്റകൃത്യമല്ലാതെ മറ്റൊരു കുറ്റകൃത്യത്തിന് മറ്റോ വാസനയുണ്ടോ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടുത്തെ ഒരു അന്തേവാസിയായിരുന്ന ഒരാൾ ഈ പുറത്ത് വന്നിട്ട് ഇനി ഇയാളിത് പ്ലാൻ ചെയ്തത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇയാളെ കുട്ടിയോട് പറയുകയാണ് ഈ കുട്ടിക്ക് ചാമ്പയ്ക്ക താല്പര്യമുണ്ടെന്ന് ഇയാൾക്ക് അറിയാതിരിക്കണം. ഇയാളെ കുട്ടി അങ്ങോട്ട് കൊണ്ടുപോകുന്നു, ഈ പ്രകൃതി വിരുദ്ധ ഒരു ലൈംഗിക കൃത്യത്തിന് ശ്രമിക്കുന്നു. അങ്ങനെ ശ്രമിക്കുന്ന ഒരാൾ ആദ്യമായിട്ടായിരിക്കുമോ ഇത്തരത്തിലൊരു കുട്ടിയുടെ അടുത്ത് ഇതിന് ശ്രമിച്ചിട്ടുണ്ടാവുക? ഇതിന് മുമ്പ് ഇത് ശ്രമിച്ചിട്ടുണ്ടാവുമോ? അത്തരത്തിലുള്ളൊരു സ്വഭാവ പ്രത്യേകത നമ്മുടെ സംവിധാനത്തിൽ ഉണ്ടായിരുന്ന ഒരാൾക്കുണ്ടായിരുന്നെങ്കിൽ അത് കണ്ടുപിടിക്കുന്നതിൽ നമ്മൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു? അതിനുശേഷം ഇയാൾ ചെയ്യുന്നത് അത്തരത്തിലുണ്ടായിരുന്നപ്പോൾ ഒരു കുട്ടിയെ ഒന്ന് തള്ളിയിടുന്നു, ഒരു കുറ്റബോധവുമില്ലാതെ രണ്ടാമതും ചെയ്യുന്നു, ലേശം കുറ്റബോധമില്ലാതെ മൂന്നാമതും ചെയ്തിട്ട് ഇയാൾ വളരെ കൃത്യമായി തിരയുന്നവരുടെ കൂടെ കൂടുകയാണ്. അതായത് നമ്മൾ പണ്ട് പറയുന്നത് പോലെ ഇരയും വേട്ടക്കാരനും പോലീസും പ്രോസിക്യൂട്ടറും എല്ലാം ഒരാളാവുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ കൂടുന്നു. അവർക്കൊരു സംശയം തോന്നുന്നു. എല്ലാത്തിനും സർവ്വസാക്ഷിയായ ഒരു CCTV ഇല്ലായിരുന്നെങ്കിൽ ഈ കേസ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തെളിയുമായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് രണ്ടുപേർക്കും അറിയാവുന്നതാണ്. അതിനുശേഷം സംഭവിക്കുന്നത് ഇയാളെ മാധ്യമങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു. ഇയാൾക്ക് കുറ്റബോധത്തിൻ്റെ ലെവലേശം കണിയ പോലും ഇയാളുടെ മുഖത്തില്ല എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് എമ്പതി അനുതാപം ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ എമ്പതി അനുതാപം ഇല്ലാതായത് ലഹരിയുടെ ഉപയോഗം കൊണ്ടാണോ എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അത്തരത്തിൽ എമ്പതി അനുതാപം ഇല്ലാത്ത ഒരാൾ നമ്മുടെ ഒരു സംവിധാനത്തിലൂടെ കടന്നുപോയിട്ട് അയാളെ കണ്ടുപിടിക്കുന്നതിൽ നമുക്കെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള പ്രവണത ഇയാൾക്കുണ്ടായിരുന്നു. ഇപ്പോൾ ലോകത്ത് ഇത്തരത്തിലുള്ള ആൾക്കാർ ലോകത്ത് പുതുതല്ല. നമുക്കിത് കേൾക്കുമ്പോൾ ഇന്ന് യഥാർത്ഥത്തിൽ എൻ്റെ ദിവസം തുടങ്ങിക്കഴിഞ്ഞ് രാവിലെ ഒന്ന് വാർത്ത കേൾക്കാനേ ഞാനൊരു ചാനൽ വെച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ആഘാതമാണിത്. അത് ഈ വൈകുന്നേരത്തെ ഈ ചർച്ചയിലൂടെയാണ് ഇങ്ങനെ പോകുന്നതെന്നേ ഉള്ളൂ. ആ സമയം തൊട്ട് നമ്മൾ ഡിസ്റ്റർബ്ഡാണ് ഇത് കേട്ടിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ ലോകത്ത് പല രാജ്യങ്ങളിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരെ അറിയുകയും അവരൊരു സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ അവരവിടെ എത്തി എന്നുള്ള വാണിങ് അവിടുത്തെ കുട്ടികൾക്കും മറ്റുള്ളവർക്കും അവിടുത്തെ സാമൂഹ്യ സുരക്ഷാ സംവിധാനത്തിനും എത്തുന്ന തലത്തിൽ സംവിധാനങ്ങൾ വികസിച്ചിട്ടുണ്ട്. ഈ കുട്ടി ഇദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്നു എന്ന് പറയുമ്പോൾ ഇയാളുടെ ഒരു പാസ്റ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർ അവിടെയുണ്ട്, അവർക്കൊക്കെ ആ വിഷയം അറിയാമായിരിക്കും. ഇത്തരത്തിലുള്ള ഒരാളുടെ കൂടെ ഒരു കുട്ടി അങ്ങ് പോകുകയാണെങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ സാമൂഹികമായ ഒരു ഉത്തരവാദിത്തമുണ്ട്. സമൂഹത്തിൻ്റെ കണ്ണുകൾ ഓരോ കുട്ടിയുടെയും പുറകെ പോകേണ്ട ഒരു കാലഘട്ടമാണ്. നമ്മൾ ലഹരിക്കെതിരായിട്ടുള്ള പ്രതിരോധം തന്നെ തീർക്കുമ്പോൾ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകളും ജനജാഗ്രതാ സമിതികളും ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ നേരെ കണ്ണും കാതും തുറന്നിരിക്കാൻ നമ്മുടെ കേരള സമൂഹത്തിന് എന്തെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടോ എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടത്. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സോൾ ആത്മാവ് IAS അക്കാദമി വർഷാവർഷം മറവച്ച് വിരിയിച്ചെടുക്കുന്ന നിന്നെ പോലുള്ള സ്നോബുകൾക്ക് ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം.